ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി അനുപേട്ടൻ കള്ളൊന്നും പറയണ്ട. നെല്ലിശ്ശേരിയിലെ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം അർച്ചന തന്നെയാ. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. മോൾ എത്ര നേരിട്ട് അച്ഛനെ കാത്തിരിക്കാന്നറിയോ? കേറി വാ മോനെ, വാ. എന്തിനാ നീ ഏട്ടത്തി കരയുന്നേ? ഒരു കുഴപ്പമില്ലാതെ അനുവേട്ടൻ തിരിച്ചു വന്നില്ലേ? ഏട്ടനെയും കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുമെന്ന് ഞാൻ ഉറപ്പു പറഞ്ഞതല്ലേ. ഇനി അനൂപേട്ടന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആരും ഇങ്ങോട്ട് വരില്ല. മീരേ, അനുപേട്ട, കരയല്ലേ, ഞാനിങ്ങ് വന്നില്ലേ. മതി മോളെ കരഞ്ഞത്. ഒരു കുഴപ്പമില്ലാതെ നിന്റെ ഭർത്താവിനെ ഇവരിങ്ങ് തിരിച്ചു കൊണ്ടു തന്നില്ലേ? എനിക്ക് വേണ്ടി അച്ഛൻ സച്ചി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്ത് കഷ്ടപ്പെട്ടു ഈ പറയുന്നേ? ഞാൻ എത്ര തീ തിന്നറിയാവോ? ഓരോ സമയത്തും മോൾ അച്ഛൻ വരാത്ത എന്താന്ന് ചോദിച്ച് കരയുമ്പോ അവളെ സമാധാനിപ്പിക്കാൻ വാക്കുകളില്ലാതെ ഞാൻ എത്ര കഷ്ടപ്പെട്ടു. അവളുടെ അച്ഛൻ എവിടെയാണ് ഞാൻ എങ്ങനെ പറയും? ഏതൊക്കെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. നീ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിരുന്നെങ്കിൽ ഇതിനു മുൻപേ തന്നെ അനുപേട്ടനെ ജാമ്യത്തിലിറക്കി കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. നീ എന്തൊക്കെയാ പറയുന്നത്? ഇവിടെ മനഃപൂർവ്വം അനൂപിനെ ജാമ്യത്തിൽ ഇറക്കാതിരുന്നു എന്നാണോ നീ പറയുന്നത്? ആണോന്ന്? സത്യം അത് തന്നെയല്ലേ. സച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്റെ അനൂപേട്ടനെ ബലിയാടാക്കി. ഇത്രയും ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടന്നതും പിന്നെ ആ ഗുണ്ടകളിൽ നിന്ന് തല്ല് വാങ്ങിയതിനും എല്ലാത്തിനും കാരണം ഇവളാ. മീരേ, ദൈവദോഷം പറയരുത്. ഇവരെ നീ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ പോലീസ് ലോക്കപ്പിൽ കിടന്നത് എന്റെ കുറ്റം കൊണ്ടാ, അല്ലാതെ ഇവരൊന്നും ചെയ്തിട്ടല്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടി ഇവരെടുത്ത റിസ്ക് എത്രമാത്രമാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ചും ഗർഭിണിയായിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറെ ആരായാലും ഇങ്ങനൊന്നും ചെയ്യില്ല. സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാ ഇവരെന്നെ രക്ഷപ്പെടുത്തിയത്. സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി അനുപേട്ടൻ കള്ളൊന്നും പറയണ്ട. നെല്ലിശ്ശേരിയിലെ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം അർച്ചന തന്നെയാ. നീ എന്തിനാ മീര ഇവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഇവരെന്ത് ചെയ്തിട്ടാ? ആ പെണ്ണ് മരിച്ചത് അനൂപിന്റെ വണ്ടി ഇടിച്ചിട്ടല്ലേ? അതിന് നീ എന്തിനാണ് ഇവരെ കുറ്റപ്പെടുത്തുന്നത്? അമ്മ വേണ്ട. മീരടുത്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ടാ എടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്കത് മനസ്സിലാവും. അതിലൊന്നും എനിക്കൊരു വിഷമമില്ല. എന്റെ മാനസികാവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല. സത്യം എന്താണെന്ന് എനിക്കും അറിയണം. നിനക്ക് എന്താടി അറിയാവുന്നത്? ഇവരെ രണ്ടുപേരെയും പ്രസവിച്ചത് ഞാനാ. എന്റെ മക്കൾ തമ്മിൽ പരസ്പരം ചതിക്കത്തില്ല. ഇവരെ
ഇവനെയും കൊണ്ട് തിരിച്ചു വരുമെന്ന് അച്ഛൻ പറഞ്ഞിട്ട് പോയത് നിന്നോട് കൂടിയല്ലേ? വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇവരെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. മറ്റാരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എന്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധത്തിന് സച്ചി വരെ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങി. എന്നെയും ധനുഷിനെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സച്ചിയെയും ആ ഗുണ്ടകളെ പിടിച്ചു കെട്ടി കൊല്ലാൻ നോക്കി. നീ ഇവിടെ ഇരുന്ന് കരഞ്ഞതല്ലേ ഉള്ളൂ. പക്ഷെ അച്ചു ചെയ്തത് അങ്ങനെയല്ല. എനിക്ക് വേണ്ടി ഓടി നടന്നതും വക്കീലിനെ വെച്ച് ജാമ്യത്തിൽ ഇറക്കിയതും പിന്നെ എന്നെ ഇങ്ങനെ ജീവനോടെ നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയതും അച്ചുവും സച്ചിയും നടത്തിയ പരിശ്രമം കൊണ്ട് മാത്രമാ. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇനി ഇവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചാലേ ഞാൻ കയ്യും കെട്ടി നോക്കിയെന്നൊന്നും വരില്ല. കൂടപ്പിറപ്പിനെ രക്ഷിക്കാൻ അച്ഛൻ ഇത്രയെങ്കിലും ചെയ്തു. സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ നീ എന്താണ് ചെയ്തത്? എന്തെങ്കിലും ചെയ്തോ? ഇവിടെ ഇരുന്ന് കരയാനും നിലവിളിക്കാനും എല്ലാവർക്കും പറ്റും. ആ സമയത്ത് എന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടന്നതാ ഇവര് രണ്ടുപേരുവാ. അത് മറന്ന് മറ്റാരുടെയെങ്കിലും വാക്ക് കേട്ട് അനാവശ്യം പറഞ്ഞാലോട്ടല്ലോ നിന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ഒന്നായി. ഞാനും ആണല്ലോ വന്ന് കേറിയവള്. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന് എനിക്കറിയാം. മീരേ, വേണ്ടമ്മേ, അവളെ തിരുത്താൻ നിങ്ങളാരും മെനക്കെടണ്ട. അവളോട് ഞാൻ സംസാരിച്ചോളാം. വേണ്ട ഏട്ടാ, ഇതിന്റെ പേരിൽ ഏട്ടനിനി മീരടുത്തോട് ഒരു വഴക്കിനും പോകണ്ട. ഏട്ടനെ കാണാതെ പാവ ഇവിടെ ഇരുന്ന് അനുഭവിച്ച ടെൻഷൻ എത്രയാന്ന് എനിക്കറിയാം. അവന്തിയടുത്തിയുടെ വാക്ക് കേട്ടിട്ടാ മീരടുത്തി അർച്ചനെ തെറ്റിദ്ധരിച്ചത്. അല്ലെങ്കിൽ മീരടുത്ത് ഇങ്ങനൊന്നും പറയില്ല. സത്യം എന്താണെന്ന് എല്ലാരെക്കാളും കൂടുതൽ അറിയാവുന്നത് അനുപേട്ടന് തന്നെയല്ലേ. അതുകൊണ്ട് വേറെ ആരും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ മീരടുത്തി മാത്രം സമാധാനിപ്പിച്ചാൽ മതി. പക്ഷേ നെല്ലിശ്ശേരിയിൽ ഞങ്ങൾക്കിനി ആർക്കൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നറിയോ? എനിക്ക് ആരോടും ഒന്നും ബോധിപ്പിക്കാനില്ല. അതിപ്പോ നെല്ലിശ്ശേരിയിലായാലും ഇവിടെ ആയാലും. സത്യം അനുപേണ്ണറിയാം. എനിക്കത് മതി. അനുപേട്ട, ഇന്നിനി എനിക്ക് വേണ്ടി ഒരു വാക്ക് പോലും മീരടുത്തിയോട് പറയരുത്. എല്ലാം ഒന്ന് ശാന്തമായി സമാധാനമായിട്ട് വരുമ്പോൾ മാത്രം എടത്തിയോട് സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അതുവരെ ഒന്നും പറയാൻ പോകണ്ട. സത്യം മനസ്സിലാക്കുമ്പോൾ തന്നെ താൻ ഇതെല്ലാം മാറിക്കോളും. ഇപ്പൊ ഏട്ടൻ ചെന്ന് വിശ്രമിക്ക. മോളെ, അച്ഛനെ വിളിച്ചോണ്ട് പോ. വാ അച്ഛാ.